ഫാത്തിമ ബിന്തു അസദും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള ഹൃദയബന്ധം അത് കേൾക്കുമ്പോഴേ തിരിയുള്ളൂ. പറയല അത്യാവശ്യമാണ്. അപ്പോഴേ ഇത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ഫാത്തിമ ആരാന്നറിയോ? അലിയാരുടെ ഉമ്മ, അബൂ താലിബിന്റെ ഭാര്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാപ്പ റസൂലുള്ള ഗർഭത്തിലിരിക്കുമ്പോ വഫാത്തായി. ഉമ്മ 6 വയസ്സുള്ളപ്പോ വഫാത്തായി. വല്ലിപ്പ 8 വയസ്സുള്ളപ്പോ വഫാത്തായി. പിന്നെ റസൂലുള്ളാഹിയെ പോറ്റി വളർത്തിയതാരാ? അബൂ താലിബ് അല്ലേ? എല്ലാവർക്കും അറിയാം അബൂ താലിബ്. അബൂ താലിബ് ഒരാണ് എന്നുള്ള നിലക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അന്നും വേണ്ട 8 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് ഒരു പെണ്ണ് അല്ലേ? കഴുകാനും വൃത്തിയാക്കി കൊടുക്കാനും ഉടുക്കാനും ഉടുപ്പിക്കാനും ഒക്കെ ഒരു പെണ്ണ്, ഒരു ഉമ്മ വേണ്ടേ? ആ ഉമ്മ ആരായിരുന്നു എന്നറിയോ? ഫാത്തിമ ബിന്തു അസദ്. അതായത് അലി ഇബ്നു അബീ താലിബിന്റെ ഉമ്മ, അബൂ താലിബിന്റെ ഭാര്യ, മൂത്തമ്മ എന്ന് പറയാം. മൂത്താപ്പയുടെ ഭാര്യയായിരുന്നു തന്റെ ഉമ്മയായി. അതുകൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് കേൾക്കുക, ഈ ഉമ്മയോട് വലിയ സ്നേഹമായിരുന്നു. ഈ ഉമ്മ വഫാത്തായി എന്ന് കേട്ടപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. ഉമ്മയുടെ തലക്കം പുറത്തിരിക്കുന്നു. കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചാടുന്നു. ഉമ്മയുടെ ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് ഇമാം തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സയ്യിദുനാ റസൂലുള്ളാഹി ഫാത്തിമ ബിന്തു അസദ് തന്റെ പോറ്റുമ്മയാണ്. ആ ഉമ്മയുടെ അലിയാരുടെ ഉമ്മ, മകളുടെ അമ്മായിയുമ്മ, അങ്ങനെയൊക്കെ ബന്ധങ്ങളുണ്ട്. തന്റെ ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ കൂടെ ജനാസ നടക്കുമ്പോ മുന്നില് നിൽക്കും, പിന്നില് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറി നിൽക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി? ഇതൊക്കെ അസാധാരണാണല്ലോ, സാധാരണതൊന്നും കാണാറില്ല. എന്തോ തങ്ങളുടെ മനസ്സ് കലങ്ങിയിട്ടുണ്ട്, എന്തോ താങ്ങാനാവാത്ത ഒരു വിഷമം. എന്താണിത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ ഓർത്തുകൊണ്ടാ കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഖബറടക്ക ചടങ്ങിനെത്തുമ്പോ ആ ഉമ്മയുടെ അടുത്ത് അവരോട് പറഞ്ഞു, പെട്ടെന്ന് മറവ് ചെയ്യരുത്, ഞാൻ ഇപ്പൊ അങ്ങെത്താ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം കുഴിയിൽ നിന്ന് മണ്ണ് നീക്കുന്നത് മുത്തുനബി തന്നെയാണ്. അങ്ങനെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമ്മയുടെ ജനാസ അവിടെ വെച്ചിട്ട്, ഖബറിന്റെ വക്കത്ത് വെച്ചിട്ട് അവിടെ ചെയ്യുന്ന ചില കർമ്മങ്ങള് കണ്ടു നിന്നവർ മുഴുവനും പൊട്ടിക്കരഞ്ഞു പോയി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ നീളം കുപ്പായം, അവിടുത്തെ ഖമീസ് കഴിച്ചു, അതൂരിയിട്ട് ഉമ്മയുടെ ജനാസയിൽ അങ്ങോട്ട് പൊതിഞ്ഞു. ഉമ്മയുടെ ജനാസയുടെ മുകളിലൂടെ അങ്ങ് വെച്ചു കൊടുത്തു. ഉമ്മക്കങ്ങ് ധരിപ്പിച്ചു. തന്റെ സ്വന്തം ഷർട്ട് എടുത്തിട്ട് ഉമ്മാക്കങ്ങ് ധരിപ്പിച്ചു. ബറക്കത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ തൊട്ട ഈ മുണ്ട് അത് ധരിപ്പിച്ചിട്ട് അള്ളാന്റെ റസൂൽ ഈ ഖബറിൽ അങ്ങ് നീണ്ടു നിവർന്നങ്ങ് കിടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുണ്ട് മറഞ്ഞു. തുണി മാത്രം ഉടുത്തിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് ശരീരത്തിൽ നിന്ന് കുപ്പായൊക്കെ അഴിച്ചിട്ടിട്ട് ഹബീബിന്റെ ശരീരം ആ ഖബറിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഉരുണ്ട് മറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. ഉമ്മയെ ഈ ഖമീസോടുകൂടെ അങ്ങ് എടുത്തു വെക്കുന്നു, ഖബറടക്കുന്നു. ഒക്കെ കഴിഞ്ഞ് ആ ഖബറമ്പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട് റസൂലുള്ളാഹിയുടെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഉറ്റു വീഴുന്നു. സഹാബത്ത് ചോദിച്ചു, എന്താണ് നബിയെ ഇതൊക്കെ? ആർക്കും ചെയ്യാത്ത ചിലതൊക്കെ അങ്ങ് ഇവിടത്തേക്ക് വേണ്ടി ചെയ്തല്ലോ. ആ സമയത്ത് അവിടെ നിന്ന് പറയുന്നു, പ്രിയപ്പെട്ട സ്വഹാബാ, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ, നിങ്ങൾ ആരും വിഷമിക്കരുത്. ഒരു കാര്യം ഞാൻ പറയട്ടെ. ഫാത്തിമ ബീവി, ഖബറിൽ കിടക്കുന്ന ഫാത്തിമയെ വിളിച്ചുകൊണ്ട് പറയാണ്, ഈ ഫാത്തിമ ആരാണെന്നറിയോ? ഇന്നഹാ കാനത്ത് ഉമ്മി ബഅദ ഉമ്മി, ഇന്നഹാ കാനത്ത് ഉമ്മി ബഅദ ഉമ്മി. എന്റെ പെറ്റുമ്മക്ക് ശേഷമുള്ള പോറ്റുമ്മയാണ് ഈ ഖബറിൽ കിടക്കുന്നത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അല്ലയോ ഉമ്മ, നിങ്ങള് അലിയാരുടെ വയറ് ചുരുണ്ട് കിടക്കുമ്പോൾ, സ്വന്തം മകനായ ഉഖൈലിന്റെ വയറ് ചുരുണ്ട് കിടക്കുമ്പോൾ, അവരുടെയൊക്കെ ജഅഫറിന്റെ വയറ് ചുരുണ്ട് കിടക്കുമ്പോൾ, അലി ഇബ്നു അബീ താലിബിന്റെ സഹോദരങ്ങളാണ്, അവരുടെയൊക്കെ വയറ് ചുരുണ്ട് കിടക്കുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും എന്റെ മോൻ വല്ലതും കഴിച്ചോ എന്ന് ചോദിച്ചിട്ട് എന്റെ വയറ് ചുരുളാൻ നിങ്ങൾ അനുവദിച്ചിരുന്നില്ല. ഉമ്മ. എനിക്ക് മറക്കാൻ വയ്യ. അതുകൊണ്ട് പൊന്നുമ്മ, നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, പറയട്ടെ മക്കളെ, അല്ലാഹുവാണ് സത്യം. ഈ ലോകത്ത് എല്ലാ മനുഷ്യരെയും ഖബറിലേക്ക് വെച്ചാൽ ഒന്നുകിൽ ഖബർ ശിക്ഷ കൊണ്ട് അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് ആ മനുഷ്യനെ ഒന്ന് ഇടുക്കാതിരിക്കില്ല. നല്ല വേദനയും സഹിക്കും ആ നേരത്ത്. പക്ഷേ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഖബറിൽ
നിന്ന് അള്ളാഹുവാണ് സത്യം. ലോകത്തൊരൊറ്റ മനുഷ്യനെ രക്ഷപ്പെടുള്ളൂ, അതെന്റെ ഉമ്മ ഫാത്തിമയാണ്. എന്റെ ഉമ്മ ഫാത്തിമ ബിന്തു അസദാൻ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാരണം എന്റെ ഈ ഉമ്മയെ ഖബറെടുക്കണമെങ്കിൽ ആദ്യം റസൂലുള്ളാഹിന്റെ ഖമീസ് എടുക്കിയിട്ട് വേണം. ഖബറെടുക്കണമെങ്കിൽ ആ ഖമീസ് സംരക്ഷണത്തിന് വേണ്ടി ഇട്ടുകൊടുത്തതാണ് ഹബീബ് റസൂലുള്ളാഹി. ഇതാണ് അലി ഇബ്നു അബീ താലിബിന്റെ ഉമ്മ. ആ ഉമ്മാക്കാണ് ഒരു മുഖമക്കന കൊടുക്കാൻ പറഞ്ഞത്. ആ ഉമ്മ